ഭാര്യയെ അമ്മായിയമ്മയായിട്ട് എന്നും പൊരിഞ്ഞ വഴക്ക. ഇന്ന് ഞാൻ അതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഒന്നെങ്കിൽ രണ്ടെണ്ണം നന്നാവും, അല്ലെങ്കിൽ രണ്ടും വീടിന് പുറത്ത്. ഒന്നെങ്കിൽ സമാധാനത്തോടൊരു ജീവിതം, അല്ലെങ്കിൽ രണ്ടും വീടിന് പുറത്ത്. ബാ എടേ, ഈ വീട്ടിൽ സമാധാനം വേണം. അമ്മ എന്തെങ്കിലുമൊക്കെ പറയാം, അവർ പ്രായമായ സ്ത്രീയാണ്. അതിന് നീ ഒത്ത് നിൽക്കാൻ നിൽക്കരുത്. ഒന്നെങ്കിൽ മര്യാദയ്ക്ക് നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇറങ്ങാം. എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. എനിക്ക് എന്നും നിങ്ങളുടെ വഴക്കിൻ്റെ ഇടയിൽ കിടന്ന് ഉരുകാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഒന്നെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളുക. പറഞ്ഞ മനസ്സിലായല്ലോ? അമ്മേ, ഒരു കാര്യം പറയാനുണ്ട്. അവളുടെ കൂടെ വഴക്കിനുള്ളത് നിൽക്കരുത്. വെറുതെ നിങ്ങൾ അവൾ ചെയ്തതിൻ്റെ പുറകെ പോയി ചെയ്ത് തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും ഇവിടെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എനിക്കിവിടെ സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. ഒന്നെങ്കിൽ ഇവിടെ രണ്ടുപേർക്കും മര്യാദയായിട്ട് നിൽക്കാം, സന്തോഷത്തോടെ വച്ചുണ്ടാക്കി രണ്ടുപേർക്കും കൂടെ തിന്ന് സമാധാനമായിട്ട് നിൽക്കാം. ഇല്ലെങ്കിൽ രണ്ടുപേരും ഇറങ്ങിക്കോണം. എന്നെ അകത്ത് കയറ്റുന്നു. നിങ്ങൾ തമ്മിൽ തല്ലി ചാവോ ഇടികൂടോ അടികൂടോ എന്തെങ്കിലും ചെയ്. നിങ്ങൾ കഥ ഓർക്ക്. എന്നെ അകത്ത് കയറ്റുന്നു. വല്ലാത്ത കഷ്ടമായല്ലേ. അമ്മായിമ്മ മരുമോളെ നന്നാക്കാൻ പോയതാ. കഥ ഉറക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവര് തമ്മിൽ തല്ലി ചാവോ അടികൂടുവോ എന്തരോ ചെയ്യട്ടെന്ന് വെക്കണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോണം. അല്ല, ഇവനെ ഒന്ന് നന്നാക്കാൻ പോകരുത്. കഥ ഉറക്കുന്നു.